ഇപ്പോൾ ആദ്യം ഞാൻ ശ്രീമതി സുജ സൂസൻ ജോർജിലേക്ക് പോവുകയാണ്. ഇത്രയും ദിവസം, ഈ 5 ദിവസവും 4 ദിവസവും നമുക്കൊപ്പം ചേർന്നവരെല്ലാം ഒറ്റ കാര്യം ഉയർത്തിപ്പിടിച്ചത് ഇനിയെങ്കിലും ഇത്രയും നാൾ ഉണ്ടായ വിസ്മയയും വിഷ്ണുജയും ഒന്നും ആവർത്തിക്കരുത്, ഷൈനിയും ഒന്നും ആവർത്തിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം, ആര് മാറണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. പക്ഷെ ഒരു സന്തോഷം ഇതാണ്, ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ നമ്മുടെ തന്നെ യൂട്യൂബ് വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കുറച്ചുപേരിലെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. ഒരു ആമുഖം എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരമൊരു സൂക്ഷ്മമായ ചർച്ചയ്ക്ക് മുൻകൈ എടുത്ത ന്യൂസ് 18 ആദ്യം അഭിനന്ദിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മൾ സാധാരണഗതിയിൽ ഷൈനിയുടെ മരണം അല്ലെങ്കിൽ വേറെ ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ, സ്ത്രീധന പ്രശ്നം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഇന്ത്യയിലുടനീളം ലോകത്തെല്ലായിടത്തും കേരളത്തിലും നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ചർച്ചയൊക്കെ സാധാരണഗതിയിൽ വളരെ വളരെ വൈകാരികമായി പോവുകയും ഒരു പരിധിവരെ അതൊരു ലീഗൽ മാറ്റർ എന്നുള്ള നിലയിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പൊ ഷൈനി അവരുടെ 2 പെൺമക്കളെയും കൊണ്ട്, ടീനേജേഴ്സ് ആയിട്ടുള്ള 2 പെൺകുട്ടികളെയും കൊണ്ട് ട്രെയിന് മുമ്പിൽ ചാടി മരിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയെ ആകെ കുലുക്കി ഉണർത്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരുടെ തെറിച്ചു വീണ രക്തം നമ്മളുടെ ഓരോരുത്തരുടെയും മുഖത്തോ ഹൃദയത്തിലോ പതിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് കേരളം ഇത്ര ഗൗരവമായി വിഷയത്തെ ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഈ ഷൈനിയുടെയും കുട്ടികളുടെയും ഈ ആത്മഹത്യ ആദ്യം കേട്ടപ്പോ, ഒരു സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും പേടിച്ചു. അപ്പോൾ ആ ഒരു വാർത്തയിലേക്ക് കൂടുതൽ ഗൗരവമായി നോക്കാൻ പോലും മനസ്സ് വരാത്തവണ്ണം എന്റെ മനസ്സങ്ങ് പതറിപ്പോയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു സാധാരണഗതിയിൽ ഇതിനെ ഒന്ന് കണ്ട് വിഷയം എന്താണ് എന്ന് ചർച്ച ചെയ്യാൻ മനസ്സ് തയ്യാറെടുത്തത്. അങ്ങനെയാണ് ഞാനും എന്റെ 2-3 സുഹൃത്തുക്കളും കൂടി ഷൈനിയുടെ വീട്ടിൽ പോകുന്നത്. കാരണം എന്നെ ഏറ്റവും അധികം ഉലച്ചത് ഇപ്പൊ ഭർത്തൃ വീട്ടിലെ പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളത്, പ്രത്യേകിച്ചും വിവാഹം കഴിച്ചയച്ച സ്ത്രീ ആ വീട്ടിൽ അനുഭവിക്കുന്ന വയലൻസ് അത്ര അസാധാരണമല്ല. പക്ഷെ ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കിയത് 9 മാസമായി ഷൈനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. കോട്ടയത്തെ ഷൈനിയുടെ വീട്ടിലാണ്, ഏറ്റുമാനൂരിന്റെ അടുത്തുള്ള ഷൈനിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ യുവതി സ്വന്തം പെൺമക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതും ശരിക്കും ഒരു പ്രത്യേകിച്ച് ഷൈനിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ബൈബിൾ വായിച്ചും പഠിച്ചും ബൈബിൾ ക്ലാസ്സിൽ പോയും നിരന്തരം പള്ളിയിൽ എല്ലാത്തരം അതിന്റെ കസ്റ്റം അനുസരിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ്. ആത്മഹത്യ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്തെ പാപവും കൂടിയാണ്. ഒരിക്കലും ആത്മാവ് രക്ഷപ്പെടില്ല എന്ന് കൽപ്പിക്കുന്ന ഒന്നാണ് ആത്മഹത്യ. അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ ഷൈനിയെ പ്രേരിപ്പിച്ച ഒരു അവസ്ഥയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു കൾച്ചറൽ, സാംസ്കാരികമായ പ്രശ്നം എന്നുള്ളത് പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലവും അതിനകത്തുണ്ട്. ആ നിലയിലേക്ക് നമ്മളുടെ മുമ്പോട്ടുള്ള ചർച്ച ഒന്നാണ്. ഇപ്പം പാപത്തറ എന്ന കഥ എഴുതിയിട്ട് സാറ ജോസഫ് എഴുതിയിട്ട് ഏതാണ്ട് 30 വർഷമായി. അതിനകത്തൊരു പരാമർശമുണ്ട്, പെണ്ണിനെ പെറുന്ന കൊടിച്ചിയെ എന്ന് വിളിക്കുന്നു, ലക്ഷ്മിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് ഭർത്താവ്. യഥാർത്ഥത്തിൽ ആ ഭർത്താവ് ഇന്നും എല്ലാ സമുദായങ്ങളിലും എല്ലാ മതങ്ങളിലും ജീവിച്ചിരിക്കുന്നു. ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി തീവ്രതരമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇത്രയും മെയിൽ ഡോമിനേറ്റഡ് ആയ, ആൺകോയ്മ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് വളരെ ചാതുര്യത്തോടുകൂടി നിലനിർത്തുന്ന വിഭാഗങ്ങൾ കുറവാണ്. എല്ലായിടത്തും ഉണ്ട്, എന്നാലും കുറവാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോ മേരി റോയ് കേസൊക്കെ നമ്മൾ ഓർക്കും, പ്രത്യേകിച്ച് കോട്ടയത്താണ് ഇത് നടന്നതെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് മേരി റോയ് കേസിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ പോകും. ഇപ്പോ മേരി റോയ് കേസിൽ നടന്നത് എന്താണെന്ന് എനിക്ക് ഒന്ന് അടുത്തൊരു ടേണിൽ
ചർച്ച ചെയ്യുന്നോ അതോ ഇപ്പൊ തന്നെ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്നത് തന്നെയായിരിക്കും. ഇത്രയും ക്രിസ്ത്യൻ പിന്തുടരാച്ച അവകാശ നിയമവും അതുമായി ബന്ധപ്പെട്ടൊക്കെ മേരി റോയ് നടത്തിയ പോരാട്ടവും ഒക്കെ അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു, ഇപ്പോൾ എത്ര പേര് അത് നടപ്പാക്കുന്നുണ്ട്, അതിനെ ഓർക്കുന്നുണ്ടെന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ. പിന്നെ സാറ ജോസഫിനെ വീണ്ടും ഓർത്താൽ പെണ്ണു പൂക്കുന്ന നാട്ടിലേക്കാണ് ലക്ഷ്മിക്കുട്ടി പോകാനായിട്ട് വെമ്പി നിൽക്കുന്നത്. എന്നെ എന്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒളിച്ചപ്പുറത്ത് കടത്തു എന്നാണ് ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഭാഷ മാറാം, ഇതിന്റെ രീതി മാറാം, ഇതിനകത്തെ പേരുകൾ മാറാം. ഇപ്പോഴും ഞാൻ കരുതുന്നത് ഈ ഷൈനിയുടെ 2 പെൺകുട്ടികളല്ലായിരുന്നെങ്കിൽ, അതായത് ഈ പെൺകുട്ടികൾക്ക് പകരം ആൺകുട്ടികളായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷൈനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഈ പെൺകുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല, ഈ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ മേരി റോയിയുടെ കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ട്, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ പലയിടത്തും വരികയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1986 മേരി റോയി ഈക്വൽ റൈറ്റിന് വേണ്ടി, തന്റെ പിതൃസ്വത്തിൽ ഈക്വൽ റൈറ്റിന് വേണ്ടി കേസിന് പോകുന്നത്. ആ കേസ് പല ഘട്ടം കടന്ന് സുപ്രീം കോടതിയിൽ എത്തുകയും സുപ്രീം കോടതി നിലവിൽ എന്താണോ ഇന്ത്യൻ സക്സഷൻ ആക്ട് അതനുസരിച്ച് ചെയ്യാനായി വിധിക്കുകയും ആണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ മേരി റോയ് കേസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇപ്പൊ ട്രാവൻകൂർ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ടായിരുന്നു, കൊച്ചി ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ട്, പിന്തുടർച്ചാവകാശ നിയമമുണ്ട്. ഈ 2 നിയമത്തിലും തിരുവിതാംകൂറിന്റെ നിയമത്തിൽ ഇതാണ്, പിതൃസ്വത്തിന്റെ 4/1 സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്, മകൾക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ 5000 രൂപ ഏതാണോ കുറവ് അതാണ് പെൺകുട്ടിക്ക് അവകാശപ്പെട്ടത്. കൊച്ചിയിലാവുമ്പോഴത്തേക്ക് അത് 3/1 മാറുന്നു. പക്ഷെ വർഷങ്ങൾ മാറിയിട്ടാണ് ഈ 2 സക്സഷൻ ആക്ടും വരുന്നത് എന്നോർക്കുക. അപ്പോ കേരളത്തിലെ മലബാറിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും വളരെ തന്ത്രപൂർവം 1902 തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും പറയാം. ചിലരൊക്കെ വീട്ടിൽ ഈക്വൽ റൈറ്റ് കൊടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഒരു സാമൂഹിക കീഴ്വഴക്കം എന്നുള്ള നിലയിൽ ഇതാണ് നിലവിലുള്ളത് കേരളത്തിലുടനീളം. ഞാനും എന്റെ അമ്മയും ഒക്കെ ഇതിന്റെ ഒരു വിക്ടിമോ അല്ലെങ്കിൽ ഈ ഒരു പ്രാകൃതമായ നിയമം ബാധിച്ചവരോ ഒക്കെയാണ് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു ആക്ട് വരാൻ തന്നെ പല കാരണങ്ങളുണ്ട്, അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ, കൊച്ചി സുറിയാനി ക്രിസ്ത്യാനികൾ ഈ നിയമം ഉണ്ടാകുന്ന കാലത്ത് കാർഷിക രംഗത്തും കച്ചവട രംഗത്തും വളരെ മുമ്പോട്ട് പോവുകയും പെൺകുട്ടികൾ പഠിക്കുകയും ജോലി തേടുകയും അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം, കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്ന അധ്യാപനവും നഴ്സിംഗും പിന്നെ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള അത്തരം പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്ന സ്ത്രീകൾ ക്രിസ്ത്യൻ സ്ത്രീകളാണ്. നമ്മളിപ്പം പ്രത്യേകിച്ചും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളില് ഇത്തരം ഒരു പഠനം നടത്തിയാൽ തന്നെ നമുക്കറിയാം കേരളത്തിലേക്ക് പുറത്തു നിന്ന് ഉള്ള പണം, വിദേശ പണമായിരുന്നല്ലോ ഒരു സമയത്ത് നമ്മളുടെ വലിയ ആസ്തി, അല്ലെ കേരളത്തിന്റെ വികസന മാതൃകയെ ചിട്ടപ്പെടുത്തിയത് തന്നെ അതാണല്ലോ. അതിൽ ഏറിയ പങ്കും കൊണ്ടുവന്നത് സ്ത്രീകളാണ്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് PM ആദ്രി